ഹലോ, ഇത്തവണ ഞാൻ വിഷുവിന് വീട്ടിൽ ചെന്നപ്പോഴേക്കും എൻ്റെ അനിയത്തി കൊണ്ടുവന്ന് തന്ന ഒരു കേരള സാരി ആയിരുന്നിട്ട് ഇത് 22 വർഷം മുമ്പുള്ള അവളുടെ എൻഗേജ്മെൻറ്റിൻ്റെതായിരുന്നേ. അപ്പോൾ ഇത് തന്നിട്ടാണെന്നുണ്ടെങ്കിലും അവൾക്കൊരു സ്ലിറ്റ് ടോപ്പ് തയ്ച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ കൈവച്ച് ഏൽപ്പിച്ചത് കേട്ടോ. പിന്നെ ഈ ഒരു തുണിയാണെന്നുണ്ടെങ്കിലും ഞാൻ കട്ട് ചെയ്യണ സമയത്ത് ആദ്യമേ തന്നെ അതിൻ്റെ മുന്താണി ഭാഗം ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നേ. പിന്നീട് അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാമെന്നുള്ളൊരു കണക്കുകൂട്ടലിൽ പല രീതിയിൽ തിരിച്ചു മറിച്ചൊക്കെ ഞാനൊന്ന് വെച്ച് നോക്കിയായിരുന്നേ. അതുപോലെ തന്നെ അതിൻ്റെ 2 സൈഡിലുണ്ടായിരുന്ന കസവും മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവൾക്കൊരു സ്ലിറ്റ് ടോപ്പാണ് എന്നോട് പറഞ്ഞതെങ്കിലും എപ്പോഴും സ്ലിറ്റ് ടോപ്പ് തന്നെ ചെയ്യണത് കൊണ്ടിട്ട് ഇത്തവണ എന്തായാലും മെറ്റീരിയൽ ഈ ഒരു തുണി കൂടുതലും ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ഞാനൊരു പാനൽ കട്ടിലാട്ടെ ഈ ഒരു ടോപ്പ് ചെയ്തിരിക്കണത്. പിന്നെ ഇതിൻ്റെ യോക്ക് പോർഷനിലാണെന്നുണ്ടെങ്കിലും നമുക്ക് ആദ്യം കസവൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാമെന്നാണ് കരുതിയത്. അതൊക്കെ നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണ വർക്കൊക്കെ തന്നെ ആയതുകൊണ്ടിട്ട് തന്നെ ചെറുതായിട്ട് എന്തെങ്കിലും നമ്മൾ മാറ്റി പിടിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ അതിൽ ചെറിയ യോക്ക് പോർഷനിൽ ഫുള്ളായിട്ട് വരുന്ന രീതിയിലാണ് നമ്മൾ ആ ഒരു എംബ്രോയ്ഡറി വർക്കും ചെയ്തു കൊടുത്തിരിക്കണത്. യൂട്യൂബിലാണെന്നുണ്ടെങ്കിലും ഞാൻ നേരത്തെ ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് ചെയ്തിരുന്നത് വെച്ചാൽ ഈ ഒരു എംബ്രോയ്ഡറിയുടെ പാറ്റേൺ അവൾ തന്നെയാണ് എനിക്ക് അയച്ചു തന്നത്. പിന്നെ ബാക്കിയെല്ലാം എൻ്റെ ഇഷ്ടത്തിന് തന്നെ ചെയ്തോളാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഗോൾഡൻ ചെറി ത്രെഡ് മാത്രം ചെയ്തിട്ട് ആ ഒരു വർക്കിന് അത്ര ഫിനിഷിങ് തോന്നാത്തത് കൊണ്ടിട്ട് ചെറിയ പേൾ ബീഡും കൂടിയൊക്കെ ഞാൻ അതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. സ്റ്റിച്ചിങ്ങിൻ്റെ അവസാന ഘട്ടത്തിൽ തുണി നമ്മൾ ആദ്യമേ കട്ട് ചെയ്ത് വെച്ച സമയത്ത് കീറി വെച്ചിരുന്ന ആ ഒരു കസവുണ്ടായിരുന്നില്ലേ, അത് സ്ലീവിൻ്റെങ്കിലും പിന്നെ താഴത്തെ ഭാഗത്തും നമ്മൾ പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെയാട്ടോ നമ്മുടെ ഈ ഒരു ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. പിന്നെ അവളാണെന്നുണ്ടെങ്കിൽ അമ്പലത്തിൽ പോണ തിരക്കിലൊക്കെ നല്ല രീതിയിലൊന്നും ഇതിൻ്റെ പിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഉള്ളതിൽ കുറച്ച് നല്ലതായിട്ടുള്ളൊരു ഫോട്ടോയാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ടിരിക്കണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.